ദീപാവലി വെക്കേഷന് നാട്ടിലേക്ക് പോകാൻ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂനെ ടു കേരള വയനാട് ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിയ റെഡി ആയിട്ടുണ്ട്. സിയയ്ക്ക് കിടക്കാനുള്ള ബെഡും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സിയ ഇനി നല്ല കിടന്നുറങ്ങി അങ്ങ് യാത്ര ചെയ്താൽ മതി. ആ പാത്രങ്ങളിലൊക്കെ ഇരിക്കുന്ന ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കഴിക്കാനുള്ള പരിപ്പുവടയും മറ്റ് ചില സ്നാക്സുകളൊക്കെയാണ്. പിന്നെ ഒരു ഫ്ലാസ്ക് നിറച്ചും കോഫി എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കോഫി. ഇടയ്ക്ക് ഉറക്കം വരുമ്പം ഓരോ കോഫിയൊക്കെ അടിച്ച് കുറച്ച് പരിപ്പൊടിയൊക്കെ കഴിച്ച് അങ്ങ് പോകാമെന്ന് ചോദിച്ചു. യാത്ര തുടങ്ങി ഒരു 4-5 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ വെയിലും മഴയൊക്കെ ആയിട്ട് സെറ്റായിരുന്നു. പിന്നെ പെരും മഴയായി, വിസിബിലിറ്റിയൊക്കെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇങ്ങ് പോന്നു. ഒരുപാട് മഴയായാലും യാത്ര ഒരു സുഖമില്ല. ചെറിയ മഴയൊക്കെ ആകുമ്പം ഓക്കെയാണ്, വെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടില്ല, അത്ര ക്ഷീണം വരില്ല. അങ്ങനെ ചെറിയ മഴയാണെങ്കിൽ ഓക്കെ, വലിയ മഴയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 3:30 ഇവിടുന്ന് ഈവനിങ് 3:30 ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മുടെ യാത്രയിൽ ഫസ്റ്റ് ടോളാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ടോളൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങ് യാത്ര അങ്ങ് തുടങ്ങി. മഴയായതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല. വിസിബിലിറ്റിയൊക്കെ വീഡിയോ ഒന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഏകദേശം ഇന്നത്തെ ദിവസം 6 hours ട്രാവൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേ എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെയാണ് ട്രാവൽ ചെയ്യുക. ചില സ്ഥലത്ത് ഒട്ടും മഴയില്ല. അത് ഇപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ കണ്ടില്ലേ, മഴയേ ഇല്ല. ചില സ്ഥലത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ കുറേ അങ്ങ് ഓടിയൊക്കെ കഴിഞ്ഞപ്പം ഒരു 3 hours ഓടി കഴിഞ്ഞപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് ചോദിച്ചു. ഇരുന്നിരുന്ന് മടുത്തല്ലോ. അങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് ചോദിച്ച് നിർത്തി. ഞാൻ മാത്രമേ ചായ കുടിച്ചുള്ളൂ കേട്ടോ. കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് വേണ്ടിയിരുന്നില്ല എന്ന്, കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഏകദേശം ഞങ്ങൾ റൂമിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കാണാം. ബായ്.